എല്ലാവർക്കും നമസ്കാരം. സദ്ഗുണങ്ങളിലേക്ക് വളരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഒരിക്കൽ ഒരു ഗുരു പറഞ്ഞു, 5 കാര്യങ്ങൾ ഈ ലോകത്തിൽ അനുഷ്ഠിക്കുവാൻ കഴിവുള്ളവർ സദ്ഗുണ സമ്പൂർണരാണ്. വിനയം, മഹാമനസ്കത, ആത്മാർത്ഥത, ഉത്സാഹം, കരുണ എന്നിവയാണത്. വിനയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരിഹസിക്കപ്പെടുകയില്ല. മഹാമനസ്കത നമ്മിലുണ്ടെങ്കിൽ പലരെയും നമ്മിലേക്ക് ആകർഷിക്കും. ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ജനങ്ങൾ നമ്മളെ വിശ്വസിക്കും. ഉത്സാഹമുള്ളവരാണെങ്കിൽ നമ്മൾ വിജയിക്കും. കരുണയുള്ളവരാണെങ്കിൽ മറ്റുള്ളവരുമായി ഇണങ്ങിക്കഴിയുവാൻ നമുക്ക് കഴിയും. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ നിന്ന് നല്ലതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. സദ്ഗുണങ്ങളാൽ മനുഷ്യനെ വിളങ്ങുവാൻ പര്യാപ്തമാക്കുന്നതെന്തോ അതിന് പറയുന്ന പേരാണ് വിദ്യാഭ്യാസം. ദൈവം നമുക്ക് തന്ന ജീവിതം എത്ര വിലയേറിയതാണ്. കാരണം അത് തന്നവൻ ദൈവമായതുകൊണ്ട്. എത്ര കാലം ഈ ലോകത്ത് നാം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ജീവിക്കുന്ന കാലം വില കുറഞ്ഞ വാക്കുകൾ കൊണ്ടും വില കുറഞ്ഞ പ്രവൃത്തി കൊണ്ടുമല്ല ജീവിതത്തെ പൂരിപ്പിക്കേണ്ടത്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊരു ചൊല്ലുണ്ട്. ഒരു മനുഷ്യനിൽ നിന്ന് സദ്ഗുണങ്ങൾ എപ്പോൾ പടിയിറങ്ങുന്നുവോ ആ നിമിഷമാണ് അയാൾ മരിക്കുന്നത്. നോർമൻ കസിൻസ് എഴുതുന്നു, ഡെത്ത് ഈസ് നോട്ട് ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഇൻ ലൈഫ്. ദ ഗ്രേറ്റസ്റ്റ് ലോസ് ഈസ് വാട്ട് ഡൈസ് ഇൻസൈഡ് us while we live. ചത്ത് ജീവിക്കണം, ജീവിച്ച് മരിക്കണം. തീരുമാനം നമ്മുടേതാണ്. സദ്ഗുണങ്ങളാൽ വിളങ്ങി ഈ ജീവിതം ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ നമുക്കൊക്കെ കഴിയട്ടെ. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 9-ാം വാക്യം. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു, നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടു വരും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കർത്താവേ, അങ്ങ് തന്ന മഹാദാനമാണ് ഞങ്ങളുടെ ജീവിതം. അതിൻ്റെ വില വലിയതാകുന്നു. അത് തിരിച്ചറിഞ്ഞ് കുലീനതയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ. സദ്ഗുണങ്ങൾ കൊണ്ട് ജീവിതത്തെ അലങ്കരിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ. നല്ല വിചാരവും നല്ല പ്രവൃത്തിയും ഞങ്ങൾക്ക് നൽകണമേ. വില കുറഞ്ഞ പ്രവൃത്തികളിൽ നിന്ന് അകന്നിരിപ്പാൻ പരിശുദ്ധാത്മ ബലം ഞങ്ങൾക്ക് പകരണമേ. ഈ ജീവിതയാത്രയിൽ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് വിവേകത്തോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങൾക്ക് പകരണമേ. ഞങ്ങൾ കുറവുള്ളവരാണ് കർത്താവേ. ഒന്നിനെക്കുറിച്ചും നിഗളിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരരുതേ. വിനയപൂർവ്വം തിരുസന്ധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.